മഴ പെയ്ത് മറ്റം വരെ വീണു. നല്ല മഴ പെയ്ത് ബാക്കിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്കുണ്ട്. അപ്പം ഇന്നലെ ഏകദേശം അവർ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഇന്നലെ പണ്ഡിത നേതാക്കന്മാരും മുമ്പ് തന്നെ ഞങ്ങളിവിടെ സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു 7ഓളം കുടുംബങ്ങൾ, 18 7ഓളം കുടുംബങ്ങൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തകരാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവരെ പുനരധിവസിപ്പിക്കണം, ഇവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉണ്ടാവണം. അതുവരെ ഇവരുടെ ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം, ഇവരെ സംബന്ധിച്ച് അതിൻ്റെ ദിവസം വളരെ സ്പീഡിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെയൊക്കെ ചില ചർച്ചകൾ ഇവരുടെ ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ഇവരോടൊപ്പം നിൽക്കും. ഇവിടെ അധിവസിക്കുന്ന ഈ ഏകദേശം 23ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളോടൊപ്പം നിൽക്കും. അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും പാർട്ടി സന്നദ്ധമാണ്. കഞ്ഞി കുടിക്കാം. എല്ലാ ഓഫീസുകളിലും സാറേ കാണാം ഈ ഇവര് കള്ളക്കടലാസുകൾ മറിച്ച് തന്നെ. അതായത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഗതി കണ്ടപ്പോഴത് ഇത് കണ്ടപ്പോ കുഞ്ഞു മക്കളിരുന്ന് ഈ കാറ് നിയമപരമായി കാറ് പോയി ആ കാറ് നിയന്ത്രണം വിട്ട് എത്ര കുഞ്ഞു മക്കൾ മരിക്കും ഇവിടെ ഇല്ലേ? ഇതൊന്നും കാണാൻ ഞങ്ങൾ കൗൺസിലറോ മേയറോ കോർപ്പറേഷനോ പോലീസുകാരോ ആരും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവര് പഠിക്കാൻ പോയി മണ്ണെണ്ണ വെച്ചത്. ഞാനോ മണ്ണെണ്ണ വെച്ചേ ഇനിയോ തന്നെ ഞങ്ങൾ ചെയ്യും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ദൂരത്തിലേക്ക് പോവില്ല. ഞങ്ങൾ മരിക്കാൻ ആരെങ്കിലും ഞങ്ങൾ ഇവിടെ കണ്ട് മരിക്കും. കാറ്റ് പണി വരട്ടെ, ഗവൺമെന്റ് അറിയട്ടെ, ഞങ്ങൾക്ക് ആരും